നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ. ഞാൻ ലൂർദസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് കുട്ടികളുടെ ഉയരക്കുറവിനെ പറ്റിയാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു കുട്ടിക്ക് ഉയരം കുറവുണ്ട് എന്ന് നമ്മൾ പറയുന്നത്? അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് കൂട്ടുകാരെക്കാളും പൊക്കം കുറവാണെങ്കിൽ ഒബ്വിയസ്ലി കുട്ടിക്ക് ഷോർട്ട് സ്റ്റേച്ചർ അഥവാ ഉയരക്കുറവുണ്ട്. അപ്പോൾ അതിന് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ അതേ പ്രായത്തിലുള്ള, അതേ ലിംഗഭേദത്തിലുള്ള, അതേ എത്നിസിറ്റിയുള്ള 97% കുട്ടികളെക്കാട്ടിലും നിങ്ങളുടെ കുട്ടിക്ക് പൊക്കം കുറവാണെങ്കിൽ കുട്ടിക്ക് ശരിയായും പൊക്കക്കുറവുണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, കുട്ടി വളരുന്ന തോത്. അപ്പോൾ ഓരോ ഏജിലും കുട്ടിയുടെ വളർച്ചാ തോത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കുട്ടി ജനിച്ച് 1 വയസ്സ് വരെ 23 മുതൽ 27 സെൻറ്റിമീറ്റർ വരെ കുട്ടി വളരും. 1 മുതൽ 2 വയസ്സ് വരെ 10 മുതൽ 14 സെൻറ്റിമീറ്റർ വരെ കുട്ടി വളരും. 2 മുതൽ 3 വയസ്സ് വരെ 8 സെൻറ്റിമീറ്ററോളം ഒരു കൊല്ലം കുട്ടി വളരും. 3 മുതൽ 5 വയസ്സ് വരെ 7 സെൻറ്റിമീറ്ററോളം ഒരു കൊല്ലം കുട്ടി വളരും. 5 മുതൽ പ്രായപൂർത്തിയാവുന്നത് വരെ കുട്ടി 5 മുതൽ 6 സെൻറ്റിമീറ്റർ വരെ വളരും. പിന്നെ പ്രായപൂർത്തിയാവുമ്പോൾ നമ്മളുടെ പെൺകുട്ടികൾ ഒരു 8 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ ഒരു കൊല്ലം വളരും. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയാവുമ്പോൾ ഒരു 10 മുതൽ 14 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഒരു കൊല്ലം വളരാം. അപ്പോൾ ഇങ്ങനെയാണ് ആ വളർച്ചാ തോത്. ഈ വളർച്ചാ തോതിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് പൊക്കക്കുറവ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റി, അതായത് നിങ്ങളുടെ കുട്ടിക്ക് കൂട്ടുകാരെക്കാളും പൊക്കം കുറവാണെങ്കിലോ വളർച്ചാ തോത് പ്രത്യേകിച്ച് 5 വയസ്സ് കഴിഞ്ഞ് കുട്ടി ഒരു കൊല്ലം 5 സെൻറ്റിമീറ്റർ പോലും വളരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻഡോക്രൈനോളജിസ്റ്റിനെ അപ്പം തന്നെ കാണിക്കേണ്ടതാണ്.